കാണിച്ചു തരാവടാ. നിന്നെയൊക്കെ എന്തിനാണോ ഞാൻ പഠിപ്പിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ അമ്മേ. എന്ത് ഭാഗം ഇവിടെ കാണിക്കുന്നേ? ഞാൻ വളർത്തുവാ. നിങ്ങൾ എങ്ങനെ കാണിക്കുന്നേ? കണ്ടോ ഒരുത്തൻ കാണിക്കുന്നുണ്ടോ? നിനക്ക് എന്തിനാ ഞാൻ വളർത്തുന്നത്? കാണിച്ചു തരാം. ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ചേട്ടാ എന്തായി ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി ചേട്ടാ, ഇറങ്ങോട്ട്. ചേട്ടാ കാണിച്ചു കൊണ്ടോ എന്നെ തകർത്തില്ലേ? നമുക്ക് പരിഹരിക്കാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, സമാധാനം ഇരിക്കുക. സാറേ, സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഇന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേനെ സാറേ. ഇദ്ദേഹം കിണറ്റിലേക്ക് എടുത്ത് ചാടാനായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ കിണറിൻ്റെ കയറെടുത്തോണ്ട് വന്ന് നേരെ മരത്തിൻ്റെ മേളിൽ കയറാൻ തുടങ്ങി. ഞാൻ വരുമ്പോൾ ഈ ഒരു ആത്മഹത്യാ ശ്രമമാണ് കാണുന്നത്. പെട്ടെന്ന് ഞാൻ ബൈക്ക് നിർത്തി സാറിനെ പിടിച്ചു മാറ്റുമായിരുന്നു അവിടെ നിന്ന്. അതായിരുന്നു സംഭവിച്ചത്. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അച്ഛനെ ഞങ്ങൾ എപ്പോഴും കാണാറുള്ളത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൃത്യമായിട്ട് അച്ഛൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നലെ രാവിലെ കുറച്ചു നേരത്തിന് ശേഷം ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള ഒരു അച്ഛനെയാ ഞങ്ങൾ കണ്ടത്. വേറൊരാളെ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. മോനുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്നാ ഇങ്ങനെ ആയത്. ഞങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലാണ് ഡോക്ടർ. മോന്റെ ഭാഗത്ത് ഇങ്ങനെയൊന്നുണ്ടായപ്പോ ഞങ്ങള് വളരെ വല്ലാത്തൊരു അവസ്ഥയിലായി. പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ വെളിയിലിരിക്കൂ, ഞാൻ വിനയനുമായി ഒന്ന് സംസാരിക്കട്ടെ. ഹേമച്ചി, ശരിക്കും ചേട്ടൻ എന്താ സംഭവിച്ചത്? അപ്പുവിനെ ഒരു കൂട്ടുകാരനെ പോലെ കരുതിയതാ. പെട്ടെന്ന് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. അമ്മ കരയാതിരിക്കമ്മേ. വിനയ, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഡോക്ടർ, എന്റെ അപ്പു അവൻ എന്റെ മകൻ മാത്രമായിരുന്നില്ല ഡോക്ടർ. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. വിനയ, എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നിങ്ങൾ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധമായിരുന്നു. നിങ്ങൾ കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് അവനിങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഡോക്ടർ, എപ്പോഴും മൊബൈലാണല്ലോ. ഇക്കണക്കിന് നിന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോയപ്പോൾ അറിയില്ലേ കുഞ്ഞെ? ഞാൻ പറഞ്ഞ സാധനം അച്ഛൻ മേടിച്ചോ? പിന്നെ കുഞ്ഞു പറഞ്ഞ പിന്നെ അച്ഛൻ മേടിക്കാതിരിക്കോ? അത് പിന്നെ എനിക്ക് എന്റെ അച്ഛനെ അറിയാലോ. എന്തൊരു ചൂടാ.
ഓ ഈ ചൂട്. ഹേമേ, ഓ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു. ഇതാ എന്തുവാടി ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ല് എന്തുവാ? ആ ഇവിടെ ഒരു സ്മെല്ലും ഇല്ല. ഇവിടെ എന്തെങ്കിലും കത്തിക്കരിയുന്നുണ്ടോ? ഓ ഇവിടെ എന്ത് കത്തിക്കരിയാൻ? അപ്പോ എന്തിയേ? അവനിന്ന് സ്കൂളില്ലായിരുന്നോ? മണി 11 പുറത്തൊന്നും കണ്ടില്ല. ഉറക്കമായിരിക്കും. അപ്പൂ, മോനെ അപ്പൂ, വല്ലാത്തൊരു സ്മെല്ലാണല്ലോ. എവിടുന്നാ ഈ നാറ്റം? ഇവന്റെ റൂമിന്റെ ഭാഗത്തുനിന്നാണല്ലോ. അപ്പൂ, മോനെ അപ്പൂ, എടാ കഥ തുറന്നേടാ. അപ്പൂ, അപ്പൂ, ഇതെന്താടാ നിന്റെ മുറിക്കകത്തുനിന്നാണല്ലോ ഒരു സ്മെല്ല് വരുന്നേ? കഥ തുറന്നേ, കഥ തുറന്നേ. സമയം എത്രയായില്ലേ? എടാ കഥ തുറക്കടാ. എടാ കഥ തുറക്കല്ലേ, ഞാൻ ചവിട്ടി ഞാൻ വിളിക്കും. കഥ തുറക്കടാ. നീ എന്താ കഥ തുറക്കാത്ത? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? എന്താടാ ഇവിടെ? എന്താടാ കഥ തുറക്കാൻ ഇത്ര താമസം? ഞാൻ ഉറങ്ങുമായിരുന്നു. നീ ഉറങ്ങുമായിരുന്നു? എന്താടാ മുറിക്കാത്തൊരു സ്മെല്ല്, ഒരു വല്ലാത്ത നാറ്റം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉറങ്ങുമായിരുന്നു. സമയം എത്രയായെന്ന് നിനക്കറിയാമോ? ഇല്ല. ഈ സമയം മരുന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്തൊരു നാറ്റമാ ഇത്? ഇവിടെ മൊത്തം പുകയും. എന്തുവാടാ ഇത്? ഒന്നുമില്ല. എന്താ നോക്കുന്നേ? എന്തുവാടാ ഈ നാറ്റം? നീ സിഗരറ്റ് വലിച്ചോടാ? ഇല്ല ഞാൻ ഇത് വലിച്ചിട്ട്. പിന്നെ ആര് വലിച്ചതാടാ? ഞാൻ വലിച്ചില്ല. പിന്നെ നീ നുണയാണോടാ പറയുന്നത്? ഒന്നുമില്ല ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല. എന്താ നോക്കുന്നേ? നീ എന്തുവാടാ? ഒന്നുമില്ല ഇവിടെ. എന്തുവാടാ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. അയ്യോ എന്താടാ ഇത്? എന്താടാ ഇത്? നീ കഞ്ചാവ് കുടിക്കും? ഇല്ല. പിന്നെ ഇത് ആര് വലിക്കുന്നതാടാ? എനിക്കറിയില്ല. നിന്റെയൊക്കെ ഞാൻ നിനക്ക് എന്തിനാണോ ഞാൻ പഠിപ്പിക്കാൻ വിടുന്നത്? അയ്യോ ഇവിടെ വിടുക. എന്തുവാടാ ഇത്? അച്ഛാ. എന്തുവാടാ കട്ടിലടി ഇരിക്കുന്നതൊക്കെ? ഇതിനാണോ നീ സ്കൂളിൽ പോകുന്നത്? ഇതിന് വേണ്ടിയാണോ നിന്നെ ഞാൻ പഠിപ്പിക്കാൻ വിടുന്നത്? പ്ലീസ് വേണ്ട. അവന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നിരുന്നു. ഒന്നിനും ഒരു കുറവ് വരുത്താതെയാ ഞാൻ അവരെ വളർത്തിയത്. പക്ഷേ അവൻ അതിന് നിങ്ങൾ സ്വീകരിച്ച മാർഗം ശരിയല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പു, മോനെ, നിനക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നീ അങ്കിളിനോട് എല്ലാം തുറന്നു പറഞ്ഞോളൂ. അങ്കിൾ,
എനിക്കിതില്ലാതെ പറ്റില്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് യു മോനെ. അപ്പു, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഓക്കെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാം. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ടീച്ചറിന്റെ ക്ലാസ്സിൽ റോണി ഇപ്പൊ എങ്ങനെയുണ്ട്? പഠിത്തത്തിൽ ഇച്ചിരി വീക്ക് ആയിരുന്നു. ഇപ്പോ ബെറ്ററായി വരുന്നുണ്ട്. എന്തായാലും നമ്മളെക്കാൾ അവരുടെ വീട്ടിലുള്ള വീട്ടുകാരാ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പേരൻസ് ശ്രദ്ധിച്ചാലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകത്തുള്ളൂ. നമ്മൾ ടീച്ചർമാർക്ക് എല്ലാത്തിനും ഒരു പരിധിയില്ല. ശരിയാ പറഞ്ഞു. ടീച്ചർ വാർത്തയെ കണ്ടായിരുന്നു, ഒരു മോൻ അപ്പനെ കൊന്ന കാര്യം. 14 വയസ്സുള്ള കൊച്ച്, ആദ്യം 14 വയസ്സേ ഉള്ളൂ, അവന്റെ അപ്പനെ കുത്തിക്കൊന്ന കാര്യം അല്ലേ? ഇന്ദിര ടീച്ചറെ, ഞാനെല്ലാം ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടീച്ചർ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. എന്തിനാ മേഴ്സി ടീച്ചറെ എച്ചും വിളിപ്പിച്ചത്? ഒന്നും പറയണ്ട, ഈ പിള്ളേരുടെ ഒരു കുരുത്തക്കേട്. ക്ലാസ് ടീച്ചറായി പോയില്ലേ. അതിനിപ്പോ എന്തു പറ്റി? ടൗണിൽ നിന്നൊരു കഞ്ചാവ് വിൽപ്പനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്തേ. അയാള് ചോദ്യം ചെയ്തപ്പോഴറിഞ്ഞ് അയാൾ കൊടുക്കുന്ന മിക്ക കഞ്ചാവ് പൊതികളും സ്കൂളിലെയും കോളേജിലെയും കുഞ്ഞുങ്ങളാ വാങ്ങുന്നേന്ന്. അതിനെന്താ ടീച്ചറെ? ടീച്ചർക്ക് നമ്മുടെ സൂസമ്മ ടീച്ചറുടെ ക്ലാസ്സിലെ ദുൽഖറിനെ അറിയത്തില്ലേ? നന്നായി പടം വരയ്ക്കുന്ന കുട്ടിയല്ലേ? അത് തന്നെ. അവനൊരു പാവം കുട്ടിയായിരുന്നു. അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ അവനെ ഒന്ന് കാണണം, കണ്ണും കിറങ്ങി. എന്തേലും ചോദിച്ച ഒന്നിനൊരു മറുപടിയില്ല. കൂടുതൽ ചോദിക്കാൻ ചെന്നാ വയലന്റ് ആവും. എനിക്ക് അവന്റെ കണ്ണിലോട്ട് നോക്കാൻ തന്നെ പേടിയാവും. എന്നിട്ട് ഇപ്പോഴെന്താ പ്രശ്നം? ടീച്ചറെ, ഇവനും ഈ കഞ്ചാവ് കച്ചവടക്കാരന്റെ കസ്റ്റമറാ. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് സിഗരറ്റും കഞ്ചാവും ഒക്കെ ഇവൻ വിതരണം ചെയ്യുന്നുണ്ടെന്ന് എച്ചും അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാരന്റ്സിനെ വിളിപ്പിക്കാനായിട്ട് പറഞ്ഞു. എന്തായാലും സ്കൂളിൽ നാണക്കേടായല്ലോ. ഈ കഞ്ചാവും കള്ളും MDMAയും ഒക്കെ കാരണം ഈ പിള്ളേരുടെ ഭാവി എന്താകും? ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും ശാസിക്കാനോ അടിക്കാനോ ഒന്നും പാടില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. കുട്ടികൾക്ക് നമ്മളെയും പേടിയില്ല, മാതാപിതാക്കളെയും പേടിയില്ല. അതെ, ശരിയാ പറഞ്ഞത്. അതിന് ടീച്ചർ വിഷമിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല. എല്ലാരും കൂടെ ശ്രമിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റും. ശരി, എന്നാ ഞാൻ ക്ലാസ്സിലോട്ട് പോട്ടെ. അത് ഞാന്നേ, ഇനിയിപ്പോൾ ഞാൻ കളിക്കാം. നീ അങ്ങോട്ട് മാറി നിൽക്കാം. അടിക്കടാ. പോരട്ടെ. പോയി. എന്താ വഴി? അങ്ങനെയൊക്കെയാ. മതി പിള്ളേര് കളിക്കട്ടെ. ഇങ്ങ വാ വാ, മതി വാ, ഇങ്ങോട്ട് കൊണ്ടുവാ. മതി. എന്താ അവനെ നോക്കണം കേട്ടോ. അവൻ കള്ളക്കളി കളിക്കും. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. ആഞ്ഞടിക്കടാ. ഇങ്ങോട്ട് മാറുന്നടി. പോട്ടെ. അവര് കളിച്ചോ, നിങ്ങൾക്ക് അതിന്റെ കേടാ. ഇന്ന് ടീച്ചർ വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ ടീച്ചറെ കാര്യം? ടീച്ചർ എന്റെ ക്ലാസ്സിലെ അപ്പുക്കുട്ടനെ അറിയില്ലേ? നാളത്തെ PTA മീറ്റിംഗിൽ അവനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ടെന്ന് HM പറഞ്ഞു. എന്താ കാര്യം? ഞാൻ അറിഞ്ഞില്ല. ടീച്ചറെ, അവന്റെ ഷോർട്ട് ഫിലിം അങ്ങ് വൈറലായിപ്പോയി. അവനല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ താരം. അതെ. ഇപ്പൊ ഫേസ്ബുക്ക് തുറന്നാലുടനെ അവന്റെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള കാര്യങ്ങളെ അറിയാനുള്ളൂ. അതെ. എന്തായാലും അവന്റെ ഈ പെട്ടെന്നുള്ള മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല. എന്തായിരുന്നു തീം? കുട്ടികളുടെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശമാണ് തീം. ടീച്ചറൊന്ന് കണ്ടു നോക്കണം, നല്ല രസമായിട്ട് എടുത്തിരിക്കുന്നത്. ടീച്ചർ അവനെ പുകഴ്ത്തുകയൊന്നും വേണ്ട. അവന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ അവന്റെ അച്ഛൻ കയറെടുത്ത് തൂങ്ങാൻ തുടങ്ങിയത്. അന്നവൻ ലഹരിക്ക് അടിമയായിരുന്നു. പക്ഷേ തക്ക സമയത്ത് വീട്ടുകാരിടപെട്ട് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഉമ്മന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മോചിതനായിട്ടുണ്ട്. ഇപ്പോൾ
വീട്ടുകാരും ഡോക്ടറും സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് അവൻ ലഹരിയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ പഠിത്തത്തിലും അവൻ മിടുക്കനായിട്ടുണ്ട്. തന്നെയുമല്ല, അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും തുടങ്ങി. സത്യത്തിൽ അവൻ നമ്മുടെ സ്കൂളിനൊരു മാതൃകയും അഭിമാനവുമാണ്. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷൻ PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുര്യൻ കൊച്ചുമടത്തിൽ സാറിനെ ഞാൻ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഏറെ ബഹുമാനപ്പെട്ട MLA കോശി അടിയാനൽ സാറിനെ ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ HM ശ്രീമതി എലിസബത്ത് മാഡത്തിനെ ഏറ്റവും വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന അധ്യാപകരെയും രക്ഷിതാക്കളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശരീരത്തെയും മനസ്സിനെയും സമൂഹത്തെയും ആകെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമായി ലഹരി ഉപയോഗം മാറിയിരിക്കുന്നു. ഈ നാടിൻ്റെ ഭാവി പ്രതീക്ഷകളായ യുവാക്കളെയും കുട്ടികളെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വം. ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഈ നാട് അറിയണം. അവനെ അനുമോദിക്കുന്നതിലൂടെ അധ്യാപകരും രക്ഷിതാക്കളും കൈക്കൊണ്ട സമയോചിതമായ നടപടികൾ, ഇടപെടൽ സമൂഹത്തിന് മാതൃകയാവണം. നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തു പിടിച്ചുകൊണ്ട് സ്നേഹം എന്ന ലഹരി പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഏക മനസ്സോടെ കേരളം തുടങ്ങിയിരിക്കുന്നു. കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹവും ഒന്നു ചേർന്നാണ് ഈ യുദ്ധം വിജയത്തിലേക്ക് എത്തിച്ചത്. പ്രളയവും കോവിഡുമടക്കം പ്രതിസന്ധികളെ ഒന്നിച്ച് നേരിട്ട നമ്മുടെ കേരളത്തിന് അതിലും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇതൊരുമിച്ച് പോരാടാതെ ഇനി നമുക്ക് മറ്റൊരു മാർഗവുമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ അക്രമവാസനയും ലഹരി ഉപയോഗവും തമ്മിൽ ബന്ധമുള്ളതായി നമ്മുടെ സമൂഹത്തിൽ അടുത്തു നടക്കുന്നതായ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടത്തിന് മാത്രമായി ഇവിടെ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിപ്പിക്കുവാൻ ആവില്ല. ലഹരി അത് വൻ വിപത്താണെന്ന് ഉറപ്പായും നാം തിരിച്ചറിയണം. നിങ്ങൾ ഓരോരുത്തരും സ്വയമായി സന്നദ്ധരായി ഒരുമിച്ച് സർക്കാരിനോട് അണിചേർന്ന് ഇതിന് എതിരായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതപരമായോ സർവീസ് സംഘടനകളായോ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒരുമിച്ച് നിന്ന് ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരണം. അതുപോലെ വിനയനെയും കുടുംബത്തെയും എനിക്ക് നന്നായി അറിയാം. അധ്വാനിച്ച് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നവനും വിനയൻ ഭാര്യയെയും മക്കളെയും അത്രത്തോളം സ്നേഹിക്കുന്നവനുമാണ്. തൻ്റെ പ്രതീക്ഷയായ തൻ്റെ മകൻ, ഏക മകൻ അപ്പു ലഹരിക്ക് അടിമപ്പെട്ടപ്പോൾ ആ പിതാവിനുണ്ടായ വേദന, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന, അദ്ദേഹത്തിൻ്റെ മാനസിക നില പോലും തെറ്റിച്ച അവസ്ഥയിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് അപ്പുവിൻ്റെ മാറ്റത്തിൽ നമ്മുടെ വിനയൻ വളരെ സന്തുഷ്ടനാണ്. ഇതുപോലെ കഴിവുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ തെറ്റായ മാർഗം മനസ്സിലാക്കി ഒരു മടങ്ങിവരവ് താൻ നടത്തിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെ പോലെ
തന്നെ സ്നേഹിച്ച ആ പിതാവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവന്റെ ഡോക്ടറും ടീച്ചേഴ്സും ഒക്കെയും അവന് തുണയായി നിന്നപ്പോൾ അവനിലുണ്ടായ വ്യത്യാസം അത് ലോകത്തിനൊരു മാതൃകയാണ്. ഇന്ന് നമ്മുടെ അപ്പു നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ഈ മൊട്ടുകൾ ഇനിയും വിരിയട്ടെ. അപ്പോൾ അപ്പുവിന് നൽകുന്നതായ ഈ ആദരവ് നമ്മുടെ സമൂഹത്തിനൊക്കെയും ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലഹരി ഒഴുക്കിനെ തടയിടാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പുതുതലമുറ കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ പ്രതീക്ഷയായി വളർന്നു വന്ന നമ്മുടെ സ്കൂളിലെ അപ്പുവിന്റെ മാറ്റം നമ്മെ ഏവരെയും അതിശയിപ്പിക്കുന്നതാണ്. തക്ക സമയത്ത് അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയതുകൊണ്ടാണ് അവനിൽ ഉറങ്ങിക്കിടന്ന മറ്റൊരു കഴിവിനെ കണ്ടെത്തി അവന്റെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിടാനായി നമ്മുടെ ഡോക്ടർക്കും നമുക്കും കഴിഞ്ഞതുകൊണ്ടാണ് അത് ഫലപ്രദമായത്. അപ്പു ഇന്ന് നമ്മുടെ സ്കൂളിന്റെ മാത്രമല്ല, അവന്റെ വീടിനും സമൂഹത്തിനുമൊക്കെ അഭിമാനമായിരിക്കുകയാണ്. അവനെ ഇന്ന് നമ്മൾ ആദരിക്കുകയാണ്. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനതയെ ബോധവൽക്കരിച്ചുകൊണ്ട് അവൻ മൊബൈലിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം നവമാധ്യമങ്ങളിൽ ഇന്ന് വൈറലായിരിക്കുകയാണ്. 1 മില്യണിൽ അധികം വ്യൂവേഴ്സ് ഉള്ള ഈ ഷോർട്ട് ഫിലിം ഇന്ന് സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ്. അവനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവന് അനുമോദന പ്രവാഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അപ്പുവിനെ ആദരിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ബഹുമാനപ്പെട്ട കോശി സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാൻ അപ്പുവിന്റെ മാതാപിതാക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മോനെ,